ഹലോ, നമ്മളിന്നൊരു മസാല ബോണ്ടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാൽ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് മസാല ബോണ്ട ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതാ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചത്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് എന്തായാലും ഉടച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതേപോലെ അങ്ങ് ഉടച്ച് എടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമ്മളിതാ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ നമ്മൾ പെരിഞ്ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ്, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നമ്മളിട്ട് വഴറ്റുണ്ട് കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടികളെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലയോ ഒക്കെ ഉണ്ടെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടൊന്നുമല്ല നമ്മൾ വേവിച്ചത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ ഉടയാൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ മസാല ബോണ്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് കടലമാവാണ് കേട്ടോ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ 1 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടിയാണ്. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരിപ്പൊടി ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ദോശമാവിനെക്കാട്ടിലും കുറച്ചുകൂടി കട്ടിയിലുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് മാവ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്തിരുന്നാൽ മതിയാവും. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ബോൾസാക്കി എടുക്കണം. വലിപ്പമൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച് എടുക്കാം കേട്ടോ. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലോ ഒക്കെ എടുക്കാമേ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് ഇട്ടിട്ട് ആ മാവ് ഇതിലേക്ക് അങ്ങ് പൊതിഞ്ഞെടുത്തിരുന്നാൽ മതിയാവും. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടുക, വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചായക്കടകളിലൊക്കെ പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഈ മസാല ബോണ്ട എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. ഉരുളക്കിഴങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ നല്ലതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിള്ളേർക്കെന്ന് തന്നെയല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതാ മസാല ബോണ്ടയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ നല്ല ചൂട് ചായയുടെ കൂടെയും കഴിക്കാനും വേണ്ടിയിട്ടും സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.